കൊച്ചി പുറംകടലിലെ കപ്പലപകടത്തിൽ 5.97 കോടി രൂപ കെട്ടിവെച്ചതായി മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഹൈക്കോടതിയിൽ. കപ്പൽ കമ്പനി നൽകിയ തുക സ്ഥിര നിക്ഷേപം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഈ കപ്പൽ കമ്പനിയുമായുള്ള സർക്കാർ ബാന്ധവത്തിൽ പലതവണ ആക്ഷേപമുയർന്ന പശ്ചാത്തലമുണ്ട്. കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ്. ഇപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കപ്പൽ കമ്പനി കൂടുതലായി ചില വിശദീകരണങ്ങൾ നൽകുകയാണോ? രഞ്ജിത്ത്, കപ്പലപകടത്തിൽ നഷ്ടം നേരിട്ട 5 ചരക്കുടമകൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടത്. അതായത് ഹൈക്കോടതിയിൽ 5.97 കോടി രൂപ കെട്ടിവെച്ചെന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അത്? കപ്പൽ കമ്പനി നൽകിയ തുക സ്ഥിര നിക്ഷേപം നടത്താനാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1 വർഷത്തേക്ക് ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനാണ് ഹൈക്കോടതിയുടെ ഇത് ഇടക്കാല ഉത്തരവാണ്. ഹൈക്കോടതി രജിസ്ട്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ MSC Alpha 3 കപ്പലപകടവുമായി ബന്ധപ്പെട്ട് ക്ലെയിം മതി, കേസ് വേണ്ട എന്നുള്ള നിലപാട് സർക്കാർ എടുക്കുകയും അത് പിന്നീട് വലിയ വിവാദത്തിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ആലപ്പുഴ സ്വദേശിയായ മത്സ്യത്തൊഴിലാളി നൽകിയ പരാതിയിന്മേൽ ഇവിടെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അതിനുശേഷമുള്ള തുടർ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കപ്പൽ ഉടമയ്ക്കും അതുപോലെ ക്യാപ്റ്റനുമെതിരെ, കപ്പൽ ഉടമ 1-ാം പ്രതിയും ക്യാപ്റ്റൻ 2-ാം പ്രതിയും മറ്റു ക്രൂവിൽ മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർത്ത് 3-ാം പ്രതികളുമായിട്ടാണ് കേസെടുത്തുള്ളത്. അത് 282 മുതൽ 288 വരെ BNS വകുപ്പുകൾ പ്രകാരമാണ്. അതായത് അശ്രദ്ധമായി കപ്പൽ ഓടിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തി മനുഷ്യൻ ജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ അശ്രദ്ധമായി കപ്പൽ ഓടിച്ചു എന്നുള്ള ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ് കോടതി ചുമത്തിയിട്ടുള്ളതും FIR ഇട്ടിരിക്കുന്നതും. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതേയുള്ളൂ. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് 5.97 കോടി രൂപ കെട്ടിവെച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയെ. തുടർ നടപടികൾ, അതായത് ഇത് സ്ഥിര നിക്ഷേപത്തിലേക്ക് പോകാനും 1 വർഷത്തിലേക്ക് ദേശസാൽകൃത ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഈ പണം സൂക്ഷിക്കാനുമാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു.